Hello കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. What values of x will make DE is parallel to AB in the given figure? ഇത് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗറിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. DE is parallel to AB എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ ട്രയാങ്കിൾ ABC. AD equals to 8x plus 9, DC equals to x plus 3, BE equals to 3x plus 4, EC equals to x. ഈ വാല്യൂസ് എല്ലാം given ആണ്. AD by DC equals to BE by EC by basic proportionality theorem. അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8x plus 9 by DC x plus 3 equals to BE 3x plus 4 by EC x. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x into 8x plus 9 equals to 3x plus 4 into x plus 3. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. x into 8x is 8x square plus x into 9 is 9x equals to 3x into x is 3x square plus 3 into 3x is 9x plus 4 into x is 4x plus 4 into 3 is 12. രണ്ട് സൈഡിലും 9x ക്യാൻസൽ ചെയ്യാം. 8x സ്ക്വയർ ഈ 3x സ്ക്വയർ LHSലോട്ട് വരുമ്പോൾ മൈനസ് 3x സ്ക്വയർ 4x മൈനസ് 4x ആവും. 12 minus 12 equals to 0. 8x square minus 3x square is 5x square minus 4x minus 12 equals to 0. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ആയിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതിനായിട്ട് നമുക്ക് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -12 ഇൻറ്റു 5 ഈക്വൽസ് ടു -60. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -60 എന്ന് കിട്ടണം. അതേ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 എന്നും കിട്ടണം. -10 ഇൻറ്റു 6 -60 ആണ്. -10 പ്ലസ് 6 -4 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാലോ. 5x സ്ക്വയർ മൈനസ് 10x പ്ലസ് 6x മൈനസ് 12 ഈക്വൽസ് ടു 0. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് 5x പുറത്തെടുക്കാം. ബ്രാക്കറ്റിനകത്ത് x മൈനസ് 2 പ്ലസ് അടുത്ത രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് 6 പുറത്തെടുക്കാം. x മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് ഈക്വൽസ് ടു 0. 5x പ്ലസ് 6 and x minus 2 are the factors. If 5x plus 6 equals to 0, 5x equals to -6, x equals to -6 by 5. If x minus 2 equals to 0, x equals to 2. നമുക്കൊരു ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് റിജക്റ്റ് ചെയ്യാം. റിജക്റ്റിംഗ് നെഗറ്റീവ്. x equals to 2 is the required solution. മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.